പുലർച്ചെ 3 മണിയോടെയാണ് വർക്കല ഇടവ മാന്തറ ഭാഗത്ത് കണ്ടെയ്നർ കണ്ടത്. ശക്തമായ തിരമാലകളിൽ കണ്ടെയ്നർ തകർന്ന് ഉള്ളിലുള്ള വസ്തുക്കൾ വെളിയിലേക്ക് ഒഴുകിയ നിലയിലായിരുന്നു. പിന്നാലെ വർക്കല ഓടയം ബീച്ചിന് സമീപം തുറന്ന നിലയിലും ഒരു കണ്ടെയ്നർ കണ്ടെത്തി. ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്തുപോയെന്ന് കരുതുന്ന വെളുത്ത നിറമുള്ള വസ്തു വർക്കല പാപനാശം ബലിമണ്ഡപത്തിന് സമീപം കരയിലേക്ക് പടർന്നിട്ടുണ്ട്. 10-ലധികം കണ്ടെയ്നറുകൾ സമീപ തീരങ്ങളിൽ എത്തിയിട്ടുണ്ടെന്നാണ് നിഗമനം. കണ്ടെയ്നർ അടിഞ്ഞ പ്രദേശങ്ങളിൽ കടൽ തീരത്തോ വെള്ളത്തിലോ ഇറങ്ങരുതെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കണ്ടെയ്നറുകൾ തീരത്തടിയുന്ന സാഹചര്യം ഉള്ളതിനാൽ തീരപ്രദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും കണ്ടെയ്നറുകൾ കണ്ടെത്തിയാൽ 200 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. മുങ്ങിപ്പോയ കപ്പൽ ഉയർത്താൻ സാൽവേജ് കമ്പനി എത്തിയിട്ടുണ്ടെന്നും കേരള തീരത്ത് ഇതുവരെ എണ്ണ കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 33 കണ്ടെയ്നറുകളാണ് നമുക്ക് ഇതിനകം തന്നെ അവിടെ കപ്പലിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് തീരത്തേക്ക് എടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ 33 കണ്ടെയ്നറുകളിൽ 29 എണ്ണവും കൊല്ലത്തിൻ്റെ തീരത്താണ് കണ്ടത്. 2 എണ്ണം തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. 2 എണ്ണം ആലപ്പുഴയിലും. ഇങ്ങനെ 33 കണ്ടെയ്നറുകളാണ് തീരത്ത് ഇതിനകം കണ്ടിട്ടുള്ളത്. കണ്ടെയ്നറുകൾ വരുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകമായി ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരത്തിൻ്റെ തീരമേഖലയിൽ നല്ല ശ്രദ്ധയുണ്ടാകണം എന്ന് നമ്മൾ നിശ്ചയിച്ചു. ഇപ്പോഴും എപ്പോഴും ആളുകളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും വിധത്തിൽ കണ്ടെയ്നർ തന്നെയാകണമെന്നില്ല. കണ്ടെയ്നർ തകർന്ന് അതിനുള്ളിൽ നിന്ന് ചില പാർട്സുകൾ പുറത്തേക്ക് വരുന്ന സ്ഥിതിയും ചിലയിടത്ത് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ ദയവായി അത് പിടിക്കുകയോ തൊടുകയോ കാണാൻ വേണ്ടി അടുത്തേക്ക് കൂട്ടം കൂടുകയോ ചെയ്യരുത്. ഏറ്റവും ചുരുങ്ങിയത് 200 മീറ്ററെങ്കിലും അപ്പുറത്ത് നിൽക്കാനായിട്ടുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാകണം. തീരത്തിനടുത്തുള്ള ഒരു മേഖലകളിലേക്കും എണ്ണ പടർന്നിട്ടില്ല. ജലനിരപ്പിൻ്റെ ഒത്ത നടുവിലൂടെ പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അത്തരം ഒരു ഇൻഫർമേഷനും ഇല്ല. അനാവശ്യമായിട്ടുള്ള ഭീതി ഉണ്ടാക്കിയാൽ മത്സ്യത്തൊഴിലാളികളെ തെറ്റായ വിധത്തിൽ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് കൂടി അത്തരത്തിൽ അനാവശ്യമായി സർക്കാർ പറയാത്ത ഒരു വിവരണവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന. അതേസമയം ആലപ്പുഴയിലും കൊല്ലത്തും അടഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ശ്രമങ്ങൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൊല്ലത്തടഞ്ഞ കണ്ടെയ്നർ ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത പ്രദേശങ്ങളായതിനാൽ കടൽ മാർഗം ഇവയെ വലിച്ചുകൊണ്ടുപോയി കൊല്ലം പോർട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമം സ്വീകരിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.